ഹായ് എവ്രിവൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിൻഡോസ് 11ലെ കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ്. വളരെ യൂസ്ഫുൾ ആണ്, എല്ലാവരും കണ്ടു നോക്കുക. നമ്മളോട് പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് നമ്മുടെ സിസ്റ്റം കോൺഫിഗറേഷൻ എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റം സ്പെക്ക് എന്താണ്, അതല്ലെങ്കിൽ ഹാർഡ് ഡിസ്ക് കപ്പാസിറ്റി എത്രയാണ്, റാം എത്രയാണ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പലപ്പോഴും കേൾക്കാറുള്ളതാണ്. ഇനി അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കേട്ടിട്ടുണ്ടെങ്കിൽ തപ്പിപ്പോവാതെ നമുക്ക് ആൻസർ ചെയ്യാം. അതായത് നമ്മുടെ സിസ്റ്റത്തിൽ നമ്മൾ വിൻഡോസ് കീയും ആറും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യുക. അതായത് അപ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്, റൺ ആണ് അല്ലേ. അതിൽ നമ്മൾ MS Info 32 ഇതുപോലെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ എൻ്റർ കീ അടിക്കുക. കണ്ടോ, നമുക്ക് ഇങ്ങനെയുള്ള ഒരു സിസ്റ്റം ഇൻഫോർമേഷൻ്റെ വിൻഡോ ആണ് കിട്ടുന്നത് അല്ലേ. അതിൽ നമുക്ക് കാണാം OS നെയിം ഉണ്ട്, ഏത് വേർഷൻ ആണെന്നുള്ളതുണ്ട്, നമ്മുടെ സിസ്റ്റം നെയിം ഉണ്ട്, അതുപോലെ നമ്മുടെ സിസ്റ്റം മോഡൽ, പ്രോസസർ ഇൻഫോർമേഷൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ കാണാം അല്ലേ. ഇനിയിപ്പോൾ റാം സൈസ് കണ്ടുപിടിക്കാനാണെങ്കിൽ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. ഇവിടെ ഇതാ ഇൻസ്റ്റാൾഡ് ഫിസിക്കൽ മെമ്മറി എന്ന് പറഞ്ഞിട്ട് കാണാം, അത് റാം ആണ്. അതിൽ കാണാം 8 GB എന്ന് എഴുതിയിട്ടുണ്ട്. മനസ്സിലായല്ലോ. ഇനി ഹാർഡ് ഡിസ്കിന്റെ കപ്പാസിറ്റി ആണെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള കമ്പണൻസ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ സ്റ്റോറേജിലേക്ക് വരിക. അതിൽ ഡ്രൈവ്സ് എന്നുള്ളത് സെലക്ട് ചെയ്യാം. ദെൻ നമുക്കിവിടെ കാണാം സൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ അല്ലേ. അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഹാർഡ് ഡിസ്കിന്റെ കപ്പാസിറ്റി. അതിന്റെ തൊട്ട് താഴെ തന്നെ ഫ്രീ സ്പേസ് എത്ര ഉണ്ടെന്നുള്ളതും നിങ്ങൾക്ക് കാണാം. അപ്പോൾ ഇങ്ങനെയാണ് വളരെ ക്വിക്കായിട്ട് നമ്മുടെ സിസ്റ്റം ഇൻഫർമേഷൻ എടുക്കുന്നത്. ഇനി ഇത് ചെക്ക് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡ് കൂടി ഞാനിവിടെ പറയാം. അതായത് വിൻഡോസ് കീയും ഐയും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യുക. ഇതാ നമ്മൾ ഇങ്ങനെയുള്ള സ്ക്രീനിലെത്തി. നമ്മുടെ ടാസ്ക് ബാർ സെറ്റിംഗ്സ് എടുക്കുമ്പോൾ നമുക്ക് കാണാം അല്ലേ, ഇങ്ങനെയുള്ള ഒരു സെറ്റിംഗ്സ് കാണാം. ഇതിൽ സിസ്റ്റത്തിൽ സ്റ്റോറേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇതാ നമ്മുടെ ഹാർഡ് ഡിസ്ക് കപ്പാസിറ്റി ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫ്രീ സ്പേസും എത്ര യൂസ് ചെയ്തു എന്നുള്ള ഇൻഫർമേഷനും നമുക്കിവിടെ കാണാം. ഇനിയിപ്പോൾ ഇതിലേക്ക് തിരിച്ച് സിസ്റ്റത്തിലേക്ക് തന്നെ വന്നിട്ടുണ്ടെങ്കിൽ റാമിൻ്റെ കപ്പാസിറ്റിയും കൂടി എങ്ങനെ കാണാം എന്നുള്ളത് നോക്കാം. ഇൻസ്റ്റാൾഡ് റാം എന്ന് പറഞ്ഞിട്ട് അവിടെ കാണാം 8 GB. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഹാർഡ് ഡിസ്കിൻ്റെയും റാമിൻ്റെയും കപ്പാസിറ്റി കണ്ടെത്തുന്നത്. നമ്മളിപ്പോൾ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിനിടയിൽ നമ്മളെ ആരെങ്കിലും വിളിച്ച് നമുക്ക് പോകേണ്ടി വന്നു. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ലാപ്പ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ അടിപൊളി ഷോർട്ട് കട്ട് കീ ആണ് വിൻഡോസ് കീയും എല്ലും. ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. വിൻഡോസ് കീയും എല്ലും കൂടെ ഒന്നിച്ച് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീന് ലോക്ക് ആവുന്നതായിരിക്കും. അടുത്തായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഡീഫോൾട്ട് ബ്രൗസർ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മൾ ചിലപ്പോൾ കമ്പ്യൂട്ടറൊക്കെ ഓൺ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബ്രൗസർ ഓപ്പൺ ആവുന്നതായിരിക്കും അല്ലേ. അപ്പോൾ അത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഏത് ബ്രൗസർ ആണെന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ടാസ്ക് ബാറിലുള്ള ഈ ഒരു ബ്ലാങ്ക് സ്പേസ് ഉണ്ടല്ലോ, അവിടെ ഒന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിതാ ഇങ്ങനെ രണ്ട് ഓപ്ഷൻ ഉണ്ട്, ടാസ്ക് മാനേജറും അതേപോലെ തന്നെ ടാസ്ക് ബാർ സെറ്റിംഗ്സും. ടാസ്ക് ബാർ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിതാ ഇങ്ങനെയുള്ളൊരു വിൻഡോ ആണ് വരിക. അതിൽ ആപ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ദെൻ ഇതിൽ ഡീഫോൾട്ട് ആപ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഇതിൽ യൂസ് ചെയ്യുന്ന കുറേ ആപ്സ് കാണാം അല്ലേ. അതിൽ നമ്മുടെ ബ്രൗസേഴ്സും ഉണ്ടാവും. അപ്പോൾ അതിൽ ഏത് ബ്രൗസർ ആണോ നമുക്ക് ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യേണ്ടത് അതൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഇവിടെ കണ്ടോ സെറ്റ് ഡീഫോൾട്ട് എന്നുള്ളത്, അതൊന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. ദെൻ ഇനി നമ്മൾ ഒരു കാര്യം കൂടി ചെയ്തു കൊടുക്കണം. അതായത് നമ്മുടെ PDF ഡോക്യുമെന്റ് എന്തിലാണ് ഓപ്പൺ ചെയ്യേണ്ടതെന്നും കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈക്രോസോഫ്റ്റ് എഡ്ജ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ മൈക്രോസോഫ്റ്റ് എഡ്ജിൻ്റെ സൈഡിൽ വന്നിട്ടൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ അവിടെ നിങ്ങൾക്ക് കാണാം സെറ്റ് ഡീഫോൾട്ട് എന്നുള്ള ഓപ്ഷൻ. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെയാണ് നമ്മൾ ഡീഫോൾട്ട് ബ്രൗസർ സെറ്റ് ചെയ്യുന്നത്. വിൻഡോസ് 11ൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാർട്ട് ബട്ടണും അതേപോലെ തന്നെ മറ്റു പ്രോഗ്രാംസും, അതായത് നമ്മൾ പിൻ ചെയ്ത് വെച്ചിട്ടുള്ള പ്രോഗ്രാംസും ഒക്കെ വന്ന് കിടക്കുന്നത് സെൻറ്ററിലാണ് അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, അതായത് മറ്റ് പഴയ വേർഷനുള്ളത് പോലെ നമുക്ക് ലെഫ്റ്റിലേക്ക് കൊണ്ടുവരാൻ ഇതിലും ഒരു അടിപൊളി ട്രിക്ക് ഉണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ടാസ്ക് ബാർ സെറ്റിംഗ്സ് എടുക്കുക. ഇതിൽ പേഴ്സണലൈസേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ടാസ്ക് ബാർ ബിഹേവിയേഴ്സ് എന്ന് പറയുന്ന സംഭവം ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇതിൽ ടാസ്ക് ബാർ അലൈൻമെന്റിൽ നിങ്ങൾക്ക് കാണാം സെന്റർ എന്നും ലെഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ. ഇത് ലെഫ്റ്റ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ കണ്ടല്ലോ നമ്മുടെ എല്ലാ ഐക്കൺസും ലെഫ്റ്റിലേക്ക് പോയിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെറ്റ് ചെയ്യാം. അടുത്തായിട്ട് ഞാനിവിടെ പറയാൻ പോകുന്നത് സ്റ്റോറേജ് മാനേജ്മെന്റിനെ പറ്റിയിട്ടാണ്. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള ടെമ്പററി ഫയൽസ് ഒക്കെ ഡിലീറ്റ് ചെയ്ത് ഓട്ടോമാറ്റിക്കായി സ്പേസ് ഫ്രീ ആക്കി തരുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഈ സ്റ്റോറേജ് സെൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ടാസ്ക് ബാർ സെറ്റിംഗ്സിലുള്ള സിസ്റ്റം എന്ന് പറയുന്ന ഓപ്ഷനാണ് എടുക്കേണ്ടത്. അതിനുശേഷം സ്റ്റോറേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. സ്റ്റോറേജ് മാനേജ്മെന്റിന് താഴെയായിട്ട് സ്റ്റോറേജ് സെൻസ് എന്നുള്ള ഓപ്ഷൻ കാണാം. അപ്പം എൻ്റെത് ഇപ്പോൾ ഓണിലാണുള്ളത്, നിങ്ങളുടേത് ഓഫിലാണ് ഉള്ളതെങ്കിൽ അത് ഓണാക്കി വെക്കുക. ഇനി നമുക്ക് വിൻഡോസിൽ ഇമോജീസ് വേണമെന്നിരിക്കട്ടെ. എങ്ങനെയാണ് വളരെ ക്വിക്കായിട്ട് ഇമോജി എടുക്കുക എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്.
അപ്പോൾ അതിന് വേണ്ട ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് വിൻഡോസ് കീയും നമ്മുടെ ഫുൾ സ്റ്റോപ്പും ആണ്. അതായത് നമ്മുടെ കീബോർഡിലുള്ള വിൻഡോസ് കീയും അതുപോലെ തന്നെ ഫുൾ സ്റ്റോപ്പ് ഐക്കൺ ഉണ്ടല്ലോ, അതും കൂടി ഒന്നിച്ച് ക്ലിക്ക് ചെയ്യുക. ഇതാ നമ്മുടെ ഇമോജീസ് ഇവിടെ വന്നു കഴിഞ്ഞു. ഇതിൽ നിന്ന് ഇഷ്ടമുള്ള ഇമോജി എടുത്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം. അടുത്തായിട്ട് നമുക്ക് സ്നാപ്പ് ലേഔട്ട് എന്താണെന്ന് നോക്കാം. അതായത് ഞാനിപ്പോൾ ഇവിടെ എക്സൽ ആണ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ ഈ ഒരു ഐക്കണിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കുറേ ലേഔട്ട്സ് കാണാം അല്ലേ. അപ്പോൾ ഇതിൽ ഇഷ്ടമുള്ള ലേഔട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ 2 ഉള്ളതാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇതാ കണ്ടോ, എനിക്ക് വേർഡും ഇവിടെ വന്നു, അതേപോലെ എക്സലും വന്നു. അതല്ല നമുക്ക് 2ൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഓപ്ഷനും ഇവിടെ അവൈലബിൾ ആണ്. എന്തെങ്കിലും കമ്പയർ ചെയ്യേണ്ട സമയത്ത് വളരെ യൂസ്ഫുൾ ആണ്. ട്രൈ ചെയ്ത് നോക്കാം. നമ്മുടെ സിസ്റ്റത്തിന്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കിവിടെ വിഡ്ജറ്റ്സ് കാണാം അല്ലേ. ഇനിയിപ്പോൾ ഇത് വേണ്ട എന്നാണെങ്കിൽ എങ്ങനെ നമുക്ക് ഒഴിവാക്കാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മളിവിടെ ടാസ്ക് ബാർ സെറ്റിംഗ്സ് എടുക്കുക. ദെൻ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം വിഡ്ജറ്റ്സ് എന്നുള്ളത്. ഇപ്പോൾ ഇത് ഓണിലാണ് കിടക്കുന്നത്. ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി നമുക്ക് വിഡ്ജറ്റ്സ് വരില്ല. അതുപോലെ തന്നെ നമുക്കിവിടെ ടാസ്ക് വ്യൂ ആണെങ്കിൽ ഓഫ് ചെയ്യാം. അതേപോലെ തന്നെ സെർച്ച് ഐക്കൺ ഉണ്ടല്ലോ, അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അടുത്തതായിട്ട് എങ്ങനെയാണ് നമുക്ക് വിൻഡോസിൽ സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അതായത് അതിനുള്ള ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് വിൻഡോസ് ഷിഫ്റ്റ് എസ് ആണ്. ട്രൈ ചെയ്ത് നോക്കുക. വിൻഡോസ് ഷിഫ്റ്റ് എസ് പ്രസ് ചെയ്തപ്പോൾ നമുക്കിതാ ഇങ്ങനെയുള്ള ഒരു സ്മോൾ വിൻഡോ വരുന്നതായിരിക്കും. ഇതിൽ ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഇതിന് പറയുന്ന പേര് സ്നിപ്പിംഗ് ടൂൾ എന്നാണ്. സ്നിപ്പിംഗ് ടൂളിന്റെ കംപ്ലീറ്റ് ട്യൂട്ടോറിയൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി നമുക്ക് സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. അത്ര മാത്രം ചെയ്താൽ മതി. നമ്മുടെ സ്ക്രീൻഷോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു കിടിലൻ ട്രിക്കാണ്. അതായത് എനിക്കിപ്പം ഇതിലുള്ള ടെക്സ്റ്റ് ഒക്കെ ഒന്ന് കോപ്പി ചെയ്യണം എന്നിരിക്കട്ടെ. എന്നിട്ട് വേറെ എവിടെയെങ്കിലും, അതായത് എനിക്കൊരു നോട്ട് പാഡിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യണം. ഞാൻ ജസ്റ്റ് ഇതൊന്ന് Ctrl+C അടിക്കുന്നു. ദെൻ അഗെയിൻ താഴെ വന്നിട്ട് പിന്നെ വേണ്ട ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതും ഒന്ന് Ctrl+C അടിച്ച് വെക്കുകയാണ്. ഓക്കെ, ഇനി ഒരു മാജിക് കണ്ടോളാം. ഞാൻ നോട്ട് പാഡ് ഓപ്പൺ ചെയ്യാണ്. ഇനി ഞാൻ വിൻഡോസ് കീയും വിയും കൂടി ഒന്നിച്ച് പ്രസ് ചെയ്യാണ്. വിൻഡോസ് കീ ആൻഡ് വി. കണ്ടോ, നമ്മൾ എന്തൊക്കെ കോപ്പി ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇവിടെ വന്നിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ അത് വന്നു. ഇതിന് പറയുന്ന പേര് ക്ലിപ്പ് ബോർഡ് ഹിസ്റ്ററി എന്നാണ്. അതായത് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ലൊരു ടോപ്പിക്കുമായിട്ട് കാണാം. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.